മധുര വിട്ടിരിക്കുകയാണ്. മധുര വിട്ടിട്ട് ഞങ്ങളിപ്പോ തേനി വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ തേനി റോഡാണ്. മധുര തേനി റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. തേനി എത്തുമ്പോ ഏകദേശം എത്ര ടൈം പിടിക്കും? 1 hour നമ്മൾ തേനി എത്തും. തേനിയിൽ നമുക്കൊരു മുന്തിരിത്തോപ്പൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. പിന്നെ നമ്മള് തേനിയിൽ നിന്ന് പിന്നെ ഏത് വഴിക്കാ പോവാ? പുനലൂര്, കൊല്ലം, ട്രിവാൻഡ്രം. അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നല്ല നല്ല കാഴ്ചകളാണ്. കാരണം നല്ല മലനിരകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഫുൾ പച്ചപ്പാണ്. നല്ല രസമുള്ള വഴിയാണ്. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കിക്കോട്ടോ. നമ്മുടെ ഊട്ടി ട്രിപ്പിന്റെ 5ാമത്തെ പാർട്ടാണിത്. മുൻപുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന്. ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ സമയം 11 മണിയായി. ഏകദേശം നമ്മൾ തേനി എത്താറായി. തേനിയിലേക്കുള്ള ഈ റോഡിലൂടെ പോകുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അത് കണ്ടെന്നെ ആസ്വദിക്കണം. എന്ത് രസാന്ന് നോക്കിക്കേ. നെൽപ്പാടങ്ങളും നല്ല മലനിരകളും ഒക്കെ ആയിട്ട്. തേനി എന്ന് പറയുമ്പോൾ തന്നെ കാർഷിക വിളകളുടെ നാടല്ലേ. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. തേനിയിലെ കാർഷിക വിളകൾ എന്ന് പറയുമ്പോൾ നെൽപ്പാടങ്ങളുണ്ട്, തെങ്ങിൻ തോപ്പുകളുണ്ട്, ചോളം, പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, മുന്തിരി കൃഷിയാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മളെ കേരളത്തിൽ സുലഭമായിട്ട് കാണാൻ പറ്റാത്ത ഒന്നാണ് മുന്തിരി കൃഷി. അത് കാണുമ്പോൾ പക്ഷെ നമുക്ക് ഭയങ്കര കണ്ണിനൊരു കുളിർമയാണ് കേട്ടോ. ഈ റോഡ് നേരെ പോകുന്നത് സുരളി വാട്ടർഫോൾസിലേക്കാണ്. തേനിയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ അറിയാൻ കഴിഞ്ഞത് അവിടെ ക്ലോസ് ആണെന്നുള്ളതാണ്. കാരണം 2 ദിവസം മുൻപ് നല്ല മഴയായിരുന്നു. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. സുർലി വാട്ടർഫോൾസ് നിർഭാഗ്യവശാൽ ക്ലോസ്ഡ് ആണ്. നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടില്ല കേട്ടോ. അപ്പം തിരിച്ച് നമുക്ക് നേരെ മുന്തിരിത്തോപ്പും തപ്പി പോവാം. മുന്തിരിത്തോപ്പ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കും കാണാൻ ആഗ്രഹമില്ലേ? അപ്പതാ നമ്മൾ പോകണം മുന്തിരിത്തോപ്പിലേക്ക്. അപ്പം മുന്തിരിത്തോപ്പിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ തേനി കഴിഞ്ഞിട്ട് കമ്പം പോകുന്ന റൂട്ടിൽ സുരുളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോകുന്ന വഴിയായിരുന്നു കേട്ടോ. ആ വഴിക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു കിടിലൻ മുന്തിരിത്തോപ്പ് കണ്ട് അത് കണ്ടിട്ട് നിർത്തിയിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ വണ്ടടിച്ച് നിൽക്കും. അത്രയും മുന്തിരികൾ, ചുറ്റും മുന്തിരികളാണ്. പരന്ന് കിടക്കുകയാണ് മുന്തിരികൾ. ഇനി കുറേ ഫോട്ടോസൊക്കെ എടുക്കണം. അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇച്ചവിടെ ഓടി കളിക്കുകയാണ് മുന്തിരിത്തോപ്പിൻ്റെ ഇടയിൽ കൂടെ. അയ്യോ, കണ്ണിന് ഭയങ്കര കുളിർമയുള്ളൊരു കാഴ്ച കേട്ടോ അത്. എന്തായാലും അടിപൊളി. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണട്ടെ കേട്ടോ. ഇത് നോക്കിയേ, ആണില്ലേ നിങ്ങൾ? ആ,
എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ലേ, അവിടെ കുറേ ചേച്ചിമാർ മുന്തിരി പാകമായ മുന്തിരി വെട്ടിയിട്ട് ബാസ്ക്കറ്റിലാക്കുവാണ്. എന്നിട്ട് ഇവർ കയറ്റി അയക്കുവാണ് കേട്ടോ. അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായാലും ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. മുന്തിരിത്തോപ്പൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ചെറിയൊരു കടയിൽ ഞങ്ങൾ ഊണ് കഴിച്ചു. പൊന്നിയരിച്ചോറും സാമ്പാറും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും. പിന്നെ അവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളെ ഫിഷ് ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, നമ്മുടെ ഒരു ടേസ്റ്റ് അല്ല. പക്ഷെ എങ്കിലും നല്ലതായിരുന്നു. ചിക്കൻ ചില്ലിയും നമ്മൾ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അതും വേറൊരു സ്റ്റൈലിലായിരുന്നു, നല്ല റെഡ് കളറൊക്കെ ആയിട്ട്. അത് വേറൊരു രീതിയിലൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്ത് തന്നത്. നമ്മൾ കേരള തമിഴ്നാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ഇനി കുമളിയിലേക്കാണ് പോകുന്നത്. കുമളി ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് വേണം നമുക്ക് ഇ പാസ് എടുക്കാനായിട്ട്. ഷാൻ മുൻപ് ഇ പാസ് എടുത്ത് വെച്ചിട്ടില്ല. കുമളി ചെക്ക് പോസ്റ്റ് എത്തി. ഷാനദ ഇ പാസ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഒരു ID പ്രൂഫിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഫോം ഫില്ലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കഫേകളുണ്ട്, ഓൺലൈൻ കഫേകളാണ്. അപ്പോൾ നമ്മളൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരും. അതിനുശേഷം നമ്മൾ ആ ഫോമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നമുക്ക് ഇ പാസ് അവർ ഡയറക്റ്റ് തരുന്നതായിരിക്കും. ഇ പാസ് എടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഒരു പ്രോബ്ലംസും ഇല്ല. നമ്മൾ മുൻപ് വിചാരിക്കുക അയ്യോ ഇ പാസ് എടുക്കണമല്ലോ, അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല. നമ്മൾ നേരെ പോവുക. ആരാണോ പോകുന്നത് അവരുടെ ID കാർഡും കൂടെ ഉള്ളവരുടെ ഡീറ്റെയിൽസും കൂടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അവിടെ വെച്ച് തന്നെ ഇ പാസ് എടുക്കാവുന്നേ ഉള്ളൂ. വേറെ ഒരു ഇഷ്യൂ ഇല്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഷാൻ ഇ പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കുട്ടിക്കാനത്തേക്കാണ്. അപ്പോൾ കുട്ടിക്കാനത്ത് എത്തിയിട്ട് ഒരു ചായ കുടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.
അങ്ങനെ അതിഗംഭീരമായിട്ട് ഞങ്ങളെ ഊട്ടി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്, വയനാട്, ഊട്ടി, അത് കഴിഞ്ഞ് മേട്ടുപ്പാളയം, മധുരൈ, പിന്നെ നമ്മൾ നേരെ പോയത് തേനി, കമ്പം, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുമളി എത്തി, പിന്നെ നമ്മൾ കുട്ടിക്കാനെത്തി. ഇനി തിരിച്ച് നേരെ തിരുവനന്തപുരത്തേക്ക് തന്നെ പോവാണ്. അപ്പൊ ഇനി ഇതിലും അതിമനോഹരമായിട്ടുള്ള അടുത്തൊരു ട്രിപ്പിന് വേണ്ടി വെയിറ്റ് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഭയങ്കര സങ്കടമുണ്ട് ഈ ഒരു ട്രിപ്പ് അവസാനിച്ചിട്ട്. ഇത് അതേപോലെ ലോങ് ആയിട്ട് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇനി അടുത്ത നല്ലൊരു ട്രിപ്പിന്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ട്രിവാൻഡ്രം ടു ഊട്ടി ട്രിപ്പിന്റെ വീഡിയോസ് നിങ്ങൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ട്രിപ്പിന്റെ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഞങ്ങളിവിടെ കുട്ടിക്കാനത്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഓപ്പൺ കിച്ചൺ ബാർബിക്യൂ എന്നാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മളെ കുട്ടിക്കാനത്ത് നിന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് വരുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ്. നല്ല രസമുണ്ട് ഓപ്പൺ കിച്ചൺ ബാർബിക്യൂൻ്റെ കാണാനായിട്ട്. ഞാൻ നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നടന്നത് ഇരുന്നോ? നല്ല രസമുണ്ടല്ലേ, നല്ലൊരു ആംബിയൻസ് ഇല്ലേ ഇവിടെ. ആ ഇങ്ങനൊരു നല്ലതാല്ലേ. ഒരു കോഫി കഴിക്കാം, അല്ലെങ്കിൽ ബാർബിക്യൂ എടുത്താൽ ബാർബിക്യൂ നല്ല സാധനമാണ്. ആണോ? പക്ഷെ നല്ലൊരു ആംബിയൻസ് അല്ലേ ഇവിടെ കാണുമ്പോ. ആണല്ലേ. ഇച്ചു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐസ്ക്രീം ഷേക്ക്. ആ ഓക്കെ. ഉണ്ടോ? എങ്ങനുണ്ട്? അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്, നല്ല രസമുണ്ട് അങ്ങോട്ടേക്ക് കാണാനായിട്ട്. മലനിരകളും ഒരു ഇപ്പോൾ ഏകദേശം ടൈം ഇപ്പോൾ ഒരു മിനിറ്റ്, ഇപ്പോൾ ഒരു 5:45 ആയി. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ പുറത്തുള്ള വ്യൂസ് നിങ്ങൾ നോക്കി നോക്കിയേ, നല്ല രസമുണ്ട്. ഷാ കുടിച്ചിട്ട് ചായ ഇതാണ് കേട്ടോ. ചായ ഇത് കോഫി ആയിരുന്നോ? ഞാൻ കുടിച്ചു നോക്കട്ടെ. മധുരം ഇട്ടില്ല ഷാ. ഒന്നിട്ടരോ? അല്ല എൻ്റെ ഇച്ചുവേ. എങ്ങനെയുണ്ട് ഐസ്ക്രീം ഷേക്ക്? എങ്ങനെയുണ്ട്? അന്താരാഷ്ട്ര കോമഡി നടന്നു കേട്ടോ. ഇച്ചു കാറ്റിനെ കണ്ടിട്ട് ബാക്കിൽ മങ്കി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇച്ചുവേ കാറ്റ് എവിടെ? ഓ കാറ്റ് കയറിപ്പോയി, ഉള്ളിലേക്ക് കയറിപ്പോയി. അതെന്തോന്നാ അത്? കളർ കണ്ടപ്പോ മങ്കിയാന്ന് വിചാരിച്ചോ? ഓക്കെ. ഓപ്പൺ കിച്ചൺ ബാർബിക്യൂ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിപ്പോൾ കുട്ടിക്കാനം ഇങ്ങനെ വിടുവാണ്. ഇനി നേരെ ട്രിവാൻഡ്രത്ത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇനി രാത്രി കാഴ്ചകളൊന്നുമില്ല. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത വ്യാഴാഴ്ച വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നത്തെ പോലെ ഞാൻ പറയാണ്, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.